ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിലെ ഒരു വൻ പൊട്ടിത്തെറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും. നമ്മുടെ കരുണയ്ക്കരികിലേക്ക് നമ്മുടെ ഉണ്ണി വരുന്നുണ്ട് അല്ലെ പ്രേക്ഷകർ. ഉണ്ണി വരുമ്പോൾ അപ്പം നമ്മുടെ കരുണ കലി അടങ്ങാതെ നമ്മുടെ ഉണ്ണിക്കരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിനി കണ്ണനേക്കാൾ വലിയൊരു മുതലാളിയായാലും പൈസക്കാരനാകും അന്നേ ഞാനിനി നിങ്ങൾക്ക് മുന്നിൽ വരികയുള്ളൂ. അത്രയും നാളും എൻ്റെ ഈ താലിയും ഉണ്ടാവില്ല, ഈ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ നമ്മുടെ ഉണ്ണിയുടെ കരണത്തിട്ടടിക്കാൻ പോകുന്നു എന്ന വിധത്തിലാട്ടോ ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ഉണ്ണി ആട്ടിപ്പായിച്ച് വിടുന്നുണ്ട്. എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞിപ്പോ ഇനി ഭർത്താവായിട്ട് എനിക്ക് നിങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാട്ടോ നമ്മുടെ കരുണ അവിടെ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ നമ്മുടെ പ്രതാപം വന്ന്, മോളെ നീ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ശരിയല്ലേ, പിന്നെ ഇങ്ങനത്തെ ഒരു കള്ളപ്പണക്കാരനെയാണോ എൻ്റെ മോൾ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടത്, ഇനി ഇവളുടെ ജീവിതത്തിൽ ഇവൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും കൂട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ കരുണയാണെങ്കിലും നമ്മുടെ ഉണ്ണിയുടെ കാരണത്തിൽ ഇങ്ങനെ അട്ടിക്കാനൊക്കെ പോകുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ ഉണ്ണി അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു ബന്ധം, ഇനി തുടർന്ന് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്തൊരു വലിയൊരു ചോദ്യം അല്ലെ. ഇവരുടെ ബന്ധത്തിലെങ്ങാനും ഒരു വിള്ളൽ വീഴുകയാണെങ്കിൽ പിന്നെ ശത്രുത നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും 10,000 ഇരട്ടിയോ ആകും അല്ലെ. നമ്മുടെ പ്രതാപൻ വെറുതെ ഇരിക്കത്തില്ല, സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ച മഹാലക്ഷ്മിയെയും കണ്ണനെയും വെറുതെ വെച്ചേക്കില്ല. കണ്ണൻ മനഃപൂർവ്വം നമ്മുടെ ഉണ്ണിയെ കുരുക്കിയതായിട്ടാണ് ഇവരുടെയൊക്കെ സംസാരവും. ഇപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. ഒരു ഭയങ്കര ഒരു പൊട്ടിത്തെറി യുദ്ധം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കാൻ പോകുന്നത് കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.